ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്മാർട്ട് ഡിവൈസ് പ്രോഗ്രാമിംഗിന്റെ MCQs പാർട്ട് 2 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഹൗ ടു ഗെറ്റ് എ റെസ്പോൺസ് ഫ്രം ആൻ ആക്ടിവിറ്റി ഇൻ ആൻഡ്രോയിഡ്. ആൻഡ്രോയിഡിൽ ഒരു ആക്ടിവിറ്റിയിൽ നിന്നുള്ള റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ ഏതാണ് കൊടുക്കുന്നത്? ഓപ്ഷൻസ്: എ സ്റ്റാർട്ട് ആക്ടിവിറ്റി ടു റിസൾട്ട്, ബി സ്റ്റാർട്ട് ആക്ടിവിറ്റി ഫോർ റിസൾട്ട്, സി ബണ്ടിൽ, ഡി നൺ ഓഫ് ദ എബവ്. Answer is option B, start activity for result. Okay, for start activity for result ആണ് response കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ടത്. Question number 2, what are the layouts available in Android? Android available ആയിട്ടുള്ള layouts ഏതൊക്കെയാണ്? Options: linear layout, frame layout, table layout, relative layout, all of the above. Answer is option E, all of the above ആണ്. Okay, from linear layout എന്ന് പറയുമ്പോൾ horizontal layout ഉം vertical layout ഉം ഉണ്ട്, പിന്നെ frame layout ഉണ്ട്, table layout ഉണ്ട്, relative layout ഉണ്ട്. Okay, so Androidൽ എല്ലാ layouts ഉം available ആണ്. Answer is option E. Okay, question number 3, what are the return values of on start command in Android services? Android servicesൽ on start നമ്മൾ start കൊടുക്കുക, on start command കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന return values എന്തൊക്കെയാണ്? Options: A start sticky, B start not sticky, C start redeliver intent, D all of the above. Okay, answer is all of the above. Okay, എന്തൊക്കെയാണ് ഈ start sticky, start not sticky and redeliver intent എന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഓൺ സ്റ്റാർട്ട് കമാൻഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാർട്ട് സ്റ്റിക്കി ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് ഫോഴ്സ്ഫുള്ളി സ്റ്റോപ്പ് ചെയ്യുകയാണ് അതിൻ്റെ സർവീസസ് എങ്കിൽ ഈ സ്റ്റാർട്ട് സ്റ്റിക്കി യൂസ് ചെയ്തിട്ട് ഈ ഒരു യൂസറിൻ്റെ ഇൻട്രാക്ഷൻ ഇല്ലാതെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി അതല്ല സ്റ്റാർട്ട് നോട്ട് സ്റ്റിക്കി ആണെങ്കിൽ അത് ഫോഴ്സ്ഫുള്ളി സ്റ്റോപ്പ് ആയി കഴിഞ്ഞാലും അത് ഓട്ടോമാറ്റിക് റീസ്റ്റാർട്ട് നടക്കില്ല. ഓക്കെ, വിൽ നോട്ട് റീസ്റ്റാർട്ട് സർവീസസ് ടിൽ യൂസർ സ്റ്റാർട്ട് സർവീസസ്. അവിടെ യൂസർ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പം ഇതിൽ ഏത് റിട്ടേൺ വാല്യൂ വേണമെങ്കിലും വരാം, നമ്മൾക്കത് കൊടുക്കുന്നത് പോലെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത് മൂന്നും വരുന്നതാണ്. അടുത്തത് സ്റ്റാർട്ട് റീഡെലിവർ ഇൻറ്റന്റ് ആണെങ്കിൽ ആൻഡ്രോയിഡ് ഫോഴ്സ്ഫുള്ളി സർവീസസ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ റീസ്റ്റാർട്ട് സർവീസസ് ബൈ റീസെൻഡിങ് ആൻ ഇൻറ്റന്റ്. ഓക്കെ, അപ്പോൾ ഇൻറ്റന്റ് റീസെൻഡ് ചെയ്തിട്ട് അതിൻ്റെ സർവീസസ് റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, question number 4, how to access the context in Android content provider. ആൻഡ്രോയിഡിൻ്റെ കണ്ടന്റ് പ്രൊവൈഡറിൽ അതിൽ കോണ്ടെക്സ്റ്റ് ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻസ്: യൂസിങ് ഗെറ്റ് കോണ്ടെക്സ്റ്റ് ഇൻ ഓൺ ക്രിയേറ്റ്, ഓക്കെ, ബി യൂസിങ് ഇൻറ്റന്റ്, സി യൂസിങ് ഗെറ്റ് ആപ്ലിക്കേഷൻ കോണ്ടെക്സ്റ്റ് അറ്റ് എനിവേർ ഇൻ ആൻ ആപ്ലിക്കേഷൻ. ഓപ്ഷൻ ഡി എ ആൻഡ് സി, ഓപ്ഷൻ ഇ എ ആൻഡ് ബി. ആൻസർ ഇസ് ഓപ്ഷൻ ഡി എ ആൻഡ് സി. ഓക്കെ, അതായത് ഗെറ്റ് കോണ്ടെക്സ്റ്റ് ഓൺ ക്രിയേറ്റ് എന്ന് പറയുന്ന കമാൻഡിൽ ഗെറ്റ് കോണ്ടെക്സ്റ്റ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഗെറ്റ് ആപ്ലിക്കേഷൻ കോണ്ടെക്സ്റ്റ് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, ആപ്ലിക്കേഷനിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു കോണ്ടെക്സ്റ്റ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഗെറ്റ് കോണ്ടെക്സ്റ്റ് മെത്തേഡ് ഇസ് യൂസ്ഡ് ഇൻ ഓൺ ക്രിയേറ്റ് മെത്തേഡ് ആൻഡ് ഗെറ്റ് ആപ്ലിക്കേഷൻ കോണ്ടെക്സ്റ്റ് ക്യാൻ ബി യൂസ് എനിവേർ ഇൻ ദ ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു യൂസേജ്. Question number 5, which features are considered while creating Android application? Android application create ചെയ്യുമ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്? ഓപ്ഷൻസ്: എ സ്ക്രീൻ സൈസ്, ബി ഇൻപുട്ട് കോൺഫിഗറേഷൻ, സി പ്ലാറ്റ്ഫോം വേർഷൻ, ഡി ഡിവൈസ് ഫീച്ചേഴ്സ്, ഇ ഓൾ ഓഫ് ദ എബോവ്. അപ്പം ഇതിൽ ആൻസർ ഇസ് ഓൾ ഓഫ് ദ എബോവ്. ഇതെല്ലാം നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, സ്ക്രീൻ സൈസ്, input configuration, platform version and device features. Okay, all of the above is the answer. Question number 6, what are the debugging techniques available in Android? Android available ആയിട്ടുള്ള debugging techniques ഏതാണ്? Okay, options: DDMS, breaking point, memory profiling, the all of the above. Answer is option D, all of the above. Okay, DDMS, breaking point, memory profiling എല്ലാം debugging techniques ആണ്. Question number 7, how many orientations does Android support? Okay, എത്ര orientations Android support ചെയ്യുന്നുണ്ട്? Options: A4, B10, C2, D none of the above. Answer is option A, 4 ആണ്. 4 orientation ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ലാൻഡ്സ്കേപ്പ്, പോർട്രേറ്റ്, സെൻസർ ആൻഡ് നോ ഓറിയന്റേഷൻ, അങ്ങനെ 4 orientations ആണ് ആൻഡ്രോയിഡ്സ് സപ്പോർട്ട് ചെയ്യുന്നത്. Question number 8, what is the main difference between set and list in Android? അപ്പോൾ ആൻഡ്രോയിഡിനകത്ത്
സെറ്റ് ആൻഡ് ലിസ്റ്റ് അങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് രണ്ടെണ്ണത്തിൻ്റെ ഡിഫറൻസ് എന്താണ്? ഓക്കെ, ഓപ്ഷൻസ് എ സെറ്റ് cannot contain duplicate values, list may contain duplicate values. Option B, set and list cannot contain duplicate values. Option C, set and list may contain duplicate values. Option D, set can contain duplicate values, list can't contain duplicate values. Answer is option A. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ ഡിസ്ക്രീറ്റിൽ പഠിച്ചിട്ടുള്ള ആ സെറ്റും ലിസ്റ്റും തന്നെയാണ്. സെറ്റ് can contain duplicate values but list may contain duplicate values. ലിസ്റ്റിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ്സ് വരാം, പക്ഷെ ഒരു സെറ്റിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. Question number 9. Which of the following virtual machine is used by the Android operating system? Okay, Android operating system use ചെയ്യുന്ന virtual machine ഏതാണ്? Options JVM, Dalvik virtual machine, simple virtual machine, none of the above. Answer is option B, Dalvik virtual machine ആണ്. Okay. Question number 10. APK stands for Android Phone Kit, Android Page Kit, Android Package Kit, none of the above. Answer is option C, Android Package Kit ആണ് കേട്ടോ. Option C, Android Package Kit. APK is a short form of Android Package Kit. Okay, അത് നമ്മൾ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻസിന്റെ ഫയൽ ഫോമാറ്റ് ആണ് APK ഫയൽ എന്ന് പറയുന്നത്. ഓക്കെ, Question number 11. What does API stands for? Application Programming Interface, Android Programming Interface, Android Page Interface, Application Page Interface. Answer is option A തന്നെയാണ്, Application Programming Interface. നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് കുറച്ച് റുട്ടീൻസ്, പ്രോട്ടോകോൾസ്, ടൂൾസ് അതാണ് ഉണ്ടാവുന്നത്. ഒരു സോഫ്റ്റ്വെയറും അതിൻ്റെ ആപ്ലിക്കേഷൻസ് എല്ലാം ബിൽഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റുട്ടീൻസ്, പ്രോട്ടോകോൾസ് ആൻഡ് ടൂൾസ് ആണ് ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസിനകത്ത് ഉള്ളത്. Okay. Question number 12. Which of the following converts Java bytecode into Dalvik bytecode? Okay, Java bytecode into Dalvik bytecode ലേക്ക് convert ചെയ്യുന്നത് ഏത് കമ്പൈലർ ആണ്? Okay, answer is options Dalvik converter, Dex compiler, mobile interpretive compiler, none of the above. Answer is option B, Dex compiler ആണ് കേട്ടോ. Dex compiler converts a class file into .dex file. അത് ഈ സാധനമായിരിക്കും ഡാൽവിക് വെർച്വൽ മെഷീനിൽ റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ മൾട്ടിപ്പിൾ ക്ലാസ് ഫയൽസിനെ ഒരു സിംഗിൾ ഡെക്സ് ഫയലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. Question number 13. How can we stop the services in Android? ആൻഡ്രോയിഡിലെ സർവീസസ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോഴ്സ്ഫുള്ളി സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സർവീസസ് ഏതൊക്കെയാണ്? ഓപ്ഷൻസ്: by using the stop self and stop service method, by using finish method, by using system.exit method, none of the above. Okay, അപ്പോൾ നമുക്ക് സർവീസ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് by using stop self method അല്ലെങ്കിൽ stop service method. Okay, a service is started when a component is called start service method അല്ലേ? അപ്പോൾ സ്റ്റാർട്ട് സർവീസ് മെത്തേഡ് കോൾ ചെയ്യുമ്പോഴാണ് ഒരു കോമ്പണന്റ് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇൻഡെഫിനിറ്റ് ആയിട്ട് റൺ ചെയ്യും. അപ്പോൾ ആ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സർവീസസ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് സർവീസ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വേണമെങ്കിൽ ആ ഒരു സർവീസിനെ അതിന് സ്വയം നിർത്താനുള്ളതാണ് സ്റ്റോപ്പ് സെൽഫ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ അതിന് സ്വയം നിർത്താനുള്ളൊരു ഇതാണ് സ്റ്റോപ്പ് സെൽഫ് മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 14. വാട്ട് ഈസ് ആൻ ആക്ടിവിറ്റി ഇൻ ആൻഡ്രോയിഡ്? ഒരു ആൻഡ്രോയിഡിലെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻസ്: ആൻഡ്രോയിഡ് ക്ലാസ്, ആൻഡ്രോയിഡ് പാക്കേജ്, എ സിംഗിൾ സ്ക്രീൻ ഇൻ ആൻ ആപ്ലിക്കേഷൻ വിത്ത് സപ്പോർട്ടിംഗ് ജാവ കോഡ്, ഡി നൺ ഓഫ് ദ എബോവ്. ആൻസർ ഇസ് ഓപ്ഷൻ സി, എ സിംഗിൾ സ്ക്രീൻ ഇൻ ആപ്ലിക്കേഷൻ വിത്ത് സപ്പോർട്ടിംഗ് ജാവ കോഡ്. ഓക്കെ, സപ്പോർട്ടിംഗ് ജാവ കോഡോട് കൂടിയിട്ട് ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് കാണുന്ന ആ ഒരു സിംഗിൾ സ്ക്രീനാണ് നമുക്ക് ആക്ടിവിറ്റി എന്ന് പറയാം. ഓക്കെ, ആക്ടിവിറ്റി ഈസ് എ സിംഗിൾ സ്ക്രീൻ ഇൻ ആൻഡ്രോയിഡ്. ഓക്കെ, അപ്പോൾ അത് ജാവയിലെ ഒരു ഫ്രെയിമാണ്. ഓക്കെ, ഇറ്റ് ഈസ് ലൈക്ക് എ വിൻഡോ ഓഫ് ഫ്രെയിം ഓഫ് എ ജാവ. അപ്പം ഒരു ആക്ടിവിറ്റിയുടെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മൾ അതിനകത്ത് യൂസർ ഇന്റർഫേസ് കോമ്പണൻസും വിഡ്ജറ്റ്സ് ഒക്കെ ആ സിംഗിൾ സ്ക്രീനിൽ കൊണ്ട് പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ ഫ്രെയിം അതല്ലെങ്കിൽ വിൻഡോ ഇൻ ജാവ. അത് നമ്മൾ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിന്റെ സഹായത്തോട് കൂടിയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു.
നമുക്ക് പുറമേക്ക് കാണുന്ന ആ ഒരു സ്ക്രീൻ ഉണ്ടല്ലോ, ഒരു സ്ക്രീൻ ഇപ്പോൾ ആൻഡ്രോയിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാവുന്ന ഒരു സിംഗിൾ സ്ക്രീനിനെ നമുക്കൊരു ആക്ടിവിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 15. ഹൗ ക്യാൻ വി കിൽ ആൻ ആക്ടിവിറ്റി ഇൻ ആൻഡ്രോയിഡ്? ആൻഡ്രോയിഡിൽ ഒരു ആക്ടിവിറ്റീനെ കിൽ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? ഓപ്ഷൻസ്: യൂസിങ് ഫിനിഷ് മെത്തേഡ്, യൂസിങ് ഫിനിഷ് ആക്ടിവിറ്റി, ഇൻ റിക്വസ്റ്റ് കോഡ്. ഓപ്ഷൻ സി both A and B. Option D neither A nor B. Answer is option C, A and B രണ്ടും പറ്റും. ഓക്കെ, ഫിനിഷ് മെത്തേഡ് യൂസ് ചെയ്തിട്ടും നമുക്ക് ഒരു ആക്ടിവിറ്റീനെ കിൽ ചെയ്യാം, ഫിനിഷ് ആക്ടിവിറ്റി ഇൻ റിക്വസ്റ്റ് കോഡ്. അപ്പോൾ അത് നമുക്കൊരു ഫിനിഷ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു ആക്ടിവിറ്റി നോർമലി ക്ലോസ് ചെയ്യാം. പക്ഷെ ഫിനിഷ് ആക്ടിവിറ്റി ഇൻ റിക്വസ്റ്റ് കോഡ് എന്ന് പറയുന്നത് നമുക്കൊരു റിക്വസ്റ്റ് കോഡോട് കൂടിയിട്ട് ഒരു ആക്ടിവിറ്റീനെ ക്ലോസ് ചെയ്യാം, ഇപ്പോൾ ഒരു ഭാഗം. ഓക്കെ, question number 16. ADB stands for ADB. Okay, Android Debug Bridge, Android Delete Bridge, Android Destroy Bridge. None of the above. Answer is option A, Android Debug Bridge. Okay, Android Debug Bridge ആണ് ADB എന്ന് പറയുന്നത്. അതൊരു കമാൻഡ് ലൈൻ ടൂൾ ആണ്. നമുക്ക് ഒരു എമുലേറ്റർ ഇൻസ്റ്റൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ഒരു കമാൻഡ് ലൈൻ ടൂൾ ആണ് Android Debug Bridge, ADB എന്ന് പറയുന്നത്. Okay. Question number 17. On which of the following developers can test the application during developing the Android application? Okay. അപ്പോൾ ഇതിലേതാണ് ഒരു ഡെവലപ്പേഴ്സിന് അവർക്ക് ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യാനുള്ള മെത്തേഡ്. ഓക്കെ, ഓപ്ഷൻസ്: എ തേർഡ് പാർട്ടി ഇമുലേറ്റർ, ബി ഇമുലേറ്റർ ഇൻക്ലൂഡഡ് ഇൻ ദി ആൻഡ്രോയിഡ് SDK, സി ഫിസിക്കൽ ആൻഡ്രോയിഡ് ഫോൺ, ഡി ഓൾ ഓഫ് ദി അബോവ്. ഓക്കെ, അപ്പോൾ ഇതിലെല്ലാത്തിലും ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബോവ്. ഇതിലെല്ലാത്തിലും എന്താ പറയുക, ഡെവലപ്പറിന് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ വി ക്യാൻ യൂസ് ആൻഡ്രോയിഡ് എമുലേറ്റർ, ഫിസിക്കൽ ആൻഡ്രോയിഡ് ഫോൺ ആൻഡ് തേർഡ് പാർട്ടി എമുലേറ്റർ ആസ് എ ടാർഗറ്റ് ഡിവൈസ് ടു എക്സിക്യൂട്ട് ആൻഡ് ടെസ്റ്റ് അവർ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ. ഓക്കെ, നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും നമുക്ക് ഇതിൽ മൂന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, question number 18. Which of the following is the first callback method that is invoked by the system during an activity life cycle? ഒരു ആക്ടിവിറ്റി ലൈഫ് സൈക്കിളിന്റെ സമയത്ത് നമുക്ക് ഏറ്റവും ഫസ്റ്റ് വരുന്ന കോൾബാക്ക് മെത്തേഡ് ഏതാണ്? സിസ്റ്റം ഇൻവോക്ക് ചെയ്യുന്ന ആദ്യത്തെ കോൾബാക്ക് മെത്തേഡ് ഏതാണ്? ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ഓൺ ക്ലിക്ക് മെത്തേഡ്, ഓൺ ക്രിയേറ്റ് മെത്തേഡ്, ഓൺ സ്റ്റാർട്ട് മെത്തേഡ്, ഓൺ റീസ്റ്റാർട്ട് മെത്തേഡ്. ആൻസർ ഇസ് ഓപ്ഷൻ ബി, ഓൺ ക്രിയേറ്റ് മെത്തേഡ് ആണ്. ഓൺ ക്രിയേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓൺ ക്രിയേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഒരു ആക്ടിവിറ്റി ലൈഫ് സൈക്കിളിൽ ആകെ ഒരു ആക്ടിവിറ്റിയുടെ ലൈഫ് സൈക്കിളിൽ റിപ്പീറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ ഒരിക്കൽ മാത്രം നടക്കുന്നത് ഓൺ ക്രിയേറ്റും ഓൺ ഡിസ്ട്രോയ്. അപ്പോൾ ഓൺ ഡിസ്ട്രോയ് ആൻഡ് ഓൺ ക്രിയേറ്റ് മെത്തേഡ്സ് ആർ called only once throughout the Android life cycle. Okay, activity life cycle. So ഇവിടെ on create ആണ് first callback method. Okay, അതിൽ on destroy ഉണ്ടെങ്കിൽ അത് ഏറ്റവും ലാസ്റ്റ് കോൾ ചെയ്യുന്നതാണ്, പക്ഷെ അതും ഒരിക്കൽ മാത്രമായിരിക്കും നടക്കുന്നത്. Okay, question number 19. We require an AVD to create an emulator. What does AVD stands for? Okay, അപ്പോൾ ഒരു എമുലേറ്റർ നമുക്കിപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നമ്മൾ തേർഡ് പാർട്ടി എമുലേറ്റർ എന്ന് പറയും. ഒരു എമുലേറ്റർ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു AVD വേണം. എന്താണ് ഈ AVD? ഓപ്ഷൻസ്: ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസ്, ഓപ്ഷൻ ബി ആൻഡ്രോയിഡ് വെർച്വൽ ഡിസ്പ്ലേ, ഓപ്ഷൻ സി ആൻഡ്രോയിഡ് ആക്റ്റീവ് വെർച്വൽ ഡിസ്പ്ലേ, ഓപ്ഷൻ ഡി ആക്റ്റീവ് വെർച്വൽ ഡിവൈസ്. ഓക്കെ, ആൻസർ ഇസ് ഓപ്ഷൻ എ, ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസ്. ഓക്കെ, ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസ് ആണ് AVD. അപ്പോൾ AVD എന്ന് പറയുന്നത് ഒരു എമുലേറ്റർ കോൺഫിഗറേഷൻ ആണ്. ഒരു സ്പെസിഫിക് ആൻഡ്രോയിഡ് ഡിവൈസിൻ്റെ ഒരു എമുലേറ്റർ കോൺഫിഗറേഷനെയാണ് ഈ ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞു ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ ചെയ്തത് ഓക്കെ ആണോ എന്നുള്ളത് നമുക്ക് എക്സിക്യൂട്ട് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു ടാർഗറ്റ് ഡിവൈസ് നമ്മൾ ചെയ്ത് നോക്കുന്ന ഈ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ടാർഗറ്റ് ഡിവൈസിലേക്ക് ഒരു ആൻഡ്രോയിഡ് എമുലേറ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസ് നമുക്ക് ആവശ്യമാണ്. ഓക്കെ, നമ്മുടെ PC-യിൽ അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസ് ഈസ് നെസസറി. ഓക്കെ,
ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻസ്. ഈ MCQs പാർട്ട് 2 നമുക്ക് ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.